നമസ്കാരം, സൂപ്പർ സാറാണ്. നമ്മുടെ 10ാം ക്ലാസ്സുകാരുടെ പബ്ലിക് എക്സാം ഇപ്പൊ ജസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞു. എനിക്കൊന്ന് അടിപൊളിയായിട്ട് കുട്ടികൾ എഴുതി കാണും. അതേപോലുള്ള ക്വസ്റ്റ്യൻസുകളാണ് വന്നേക്കുന്നത്. സൂപ്പറായിട്ട് എഴുതി കാണും. നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടവർക്കാണെങ്കിലും നമ്മുടെ ട്യൂഷൻ പഠിച്ചവർക്കാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല ക്വസ്റ്റ്യൻസുകളാണ്. ഈ +2 പോലൊന്നും ടഫായിട്ടൊന്നും വന്നിട്ടില്ല. ഏകദേശം ടെക്സ്റ്റ് ബുക്കിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നോക്കിക്കേ, ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. അവിടെ ആംഗിൾ ACB നമുക്ക് 70 ആണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOB എത്രയെന്ന് എല്ലാവർക്കും അറിയാം. അതിന്റെ ഇരട്ടി 140. നെക്സ്റ്റ് അതേപോലെ ആംഗിൾ ADB എത്രയെന്ന് വെച്ചാൽ അതും എത്ര തന്നെയാ, 70. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ക്വസ്റ്റ്യൻ ആണ്. 3, 8, 13 ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. വാട്ട് ഈസ് എ കോമൺ ഡിഫറൻസ്? എല്ലാവർക്കും അറിയാം, 5 ആണ്. 11th ടൈം, അതും നല്ല ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമ്മുടെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിലെ ക്വസ്റ്റ്യൻ ആണ്. അതും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു വലിയ ബുദ്ധിമുട്ടില്ലാതെ എഴുതാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ വേണം വരാൻ. അല്ലാതെ ഇപ്പൊ +2കാർക്ക് ചോദിച്ചാൽ എന്തൊരു ടഫായിരുന്നു അറിയാമോ? ഭയങ്കര ടഫായിരുന്നു. ഈ 4ാമത്തെ ക്വസ്റ്റ്യൻ സർക്കിൾ ആണ്. എപ്പോഴും നമ്മൾ എല്ലാവരും പഠിക്കുന്നതാണ്. ആ കോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. L = 2r sin c/2 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് എഴുതാൻ പറ്റിയിട്ടുണ്ട്. സർക്കിളിന്റെ കോഡിന്റെ നീളം കണ്ടുപിടിക്കാൻ. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ്. 6 times a natural number subtracted from the square of that number, x² - 6x. അത്രേ ഉള്ളൂ. അത് എളുപ്പമായിരുന്നു. പിന്നെ 6ാമത്തെ ക്വസ്റ്റ്യൻ 2, 5 and 3, 7 at 2 points on it. Find the slope of the equation of the line. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ കൺസിഡർ അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ റിമൈൻഡർ? ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ടൈംസ് സീക്വൻസ് ഡിവൈഡ് ബൈ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറിനെ വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഈസ് 176 എ ടേം ഓഫ് ദ സീക്വൻസ്. അതിന്റെ ടേം ആണോ ചെക്ക് ചെയ്യാൻ. അതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ PA തന്നിട്ടുണ്ട്, AB തന്നിട്ടുണ്ട്. നമുക്കറിയാം, റിസൾട്ട് കാണുമ്പോഴേ അറിയാം. BA × BB = BC × BD. അതാണ്. A circle is drawn 4, 3 as center and radius 5 units. അപ്പൊ സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. നെക്സ്റ്റ് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ടു ദ center of the circle to x axis. ആ സെന്ററിൽ നിന്നും x ആക്സിലുള്ള ഡിസ്റ്റൻസ് ചോദിച്ചാൽ 3 യൂണിറ്റ് ആണ് കേട്ടോ. 4, 3 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും x ആക്സിലുള്ള ഡിസ്റ്റൻസ് ചോദിച്ചാൽ അതിന്റെ y കോർഡിനേറ്റ് ആയ 3 ആണ് കേട്ടോ. നെക്സ്റ്റ് റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് വേർ സർക്കിൾ കട്ട്സ് ദ x ആക്സിസ്. x ആക്സിനെ അത് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇക്വേഷനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഓക്കെ, x ആക്സിനെ കട്ട് ചെയ്യണമെങ്കിൽ y കോർഡിനേറ്റ് 0 എന്ന് കൊടുത്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm. മാർക്ക് എ പോയിന്റ് 9 cm. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡ്രോ 2 tangents ഇല്ലേ? സർക്കിളിന്റെ പുറത്തുനിന്ന് 2 ടാൻജൻസിനെ വരയ്ക്കുക. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള എന്ത് രസമല്ലേ. ഇത് നമുക്ക് എഴുതിയാൽ മതി. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മുടെ പിന്നെ അരിത്മെറ്റിക് സീക്വൻസിലാണ്. 1 + 2 + 3 + etc. + 20, 5 + 10 + 15 + etc. + 100, 8 + 13. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മീനിങ് ഫുൾ ക്വസ്റ്റ്യൻ ആണ്. അത് നാച്ചുറൽ നമ്പേഴ്സിന്റെ അവൽ നിന്നാണ് അതിന്റെ ബേസ്. ബാക്കിയെല്ലാം അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. നെക്സ്റ്റ് ലെങ്ത് ഓഫ് എ റെക്ടാങ്കുലർ ഹോൾ ഈസ് 5 meters more than its breadth. പിന്നെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളായിരുന്നു. നെക്സ്റ്റ് കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് A and B are given. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ മിഡ് പോയിന്റിനെ കണ്ടുപിടിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് 2:3 ഡിവൈഡ് ചെയ്യുമ്പോൾ അതും എല്ലാവർക്കും പറ്റുന്നതാണ്. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ ഡ്രോ എ റെക്ടാങ്കിൾ. സോ സൈഡ്സ് അത് കൺസ്ട്രക്ഷൻ ആണ്. എന്നിട്ട് അതിന്റെ ഈക്വലന്റ് ആയിട്ട് വരുന്ന ഏരിയക്ക് ഈക്വലന്റ് ആയിട്ട് വരുന്ന സ്ക്വയറിനെ വരയ്ക്കാൻ. നെക്സ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് 15ാമത്തെ ക്വസ്റ്റ്യൻ ട്രിഗണോമെട്രിയിലെ ഒത്തിരി ചെയ്താണ്. അത് പിന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു, അത് ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് 16ാമത്തെ ഇൻ ദ ഫിഗർ ട്രയാങ്കിൾ ABC is equilateral triangle. Coordinates of the B is 5, 3. Find the length of AB. Write the coordinates of the midpoint of AB. അതൊക്കെ ചെയ്യാം. Find the coordinates of the vertex C. അത് നമുക്കത് ഡിസ്റ്റൻസുകൾ ഈക്വൽ എന്ന് വെച്ചുകൊണ്ട് C കണ്ടുപിടിക്കാം കേട്ടോ. 1, 3, 5, 3. അത് ഇച്ചിരി ഈസി ഉണ്ട് കേട്ടോ. 1, 3 and 5, 3 അതൊരു പാരലായിട്ട് കിടക്കുന്ന ലൈനാണ് കേട്ടോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പെർപെൻഡിക്കുലർ വെച്ചുകൊണ്ട് എളുപ്പം നമുക്ക് അതിന്റെ C കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്കെ, അത് അങ്ങനെ ആയിരിക്കും ചെയ്യേണ്ട. അല്ലെ മറ്റേ AC-യും BC ഇക്വേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ മിഡ് പോയിന്റ് എത്ര? 1, 5, 1, 3, 5, 3. ഇപ്പം 3യിൽ നിന്നും തുടങ്ങുന്ന പോയിന്റ് ആണ്. അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ അതിന്റെ C കിട്ടും കേട്ടോ. നെക്സ്റ്റ് ഡയമീറ്റേഴ്സ് ഓഫ് 2 hemispheres are in the ratio 3:2. റൈറ്റ് ദ റേഷ്യോ ഓഫ് ദ റേഡിയസ്. അത് തന്നെയാണ് കേട്ടോ. റേഷ്യോ ഓഫ് ദർ വോളിയംസ് അത് എത്ര ആയിരിക്കും? 27:8 ആണ് കേട്ടോ. ഇഫ് ദ വോളിയം ഓഫ് ദ ഫസ്റ്റ് സ്ഫിയർ ഈസ്, എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നത്. ഞാൻ നോക്കിയിട്ട് എന്ത് ഈസി അല്ലേ മക്കൾ, എല്ലാവർക്കും ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ. ഇങ്ങനെയൊക്കെ വേണം. ഒരു ഇതൊക്കെ നന്നായിട്ട് എഴുതണ്ട. നമ്മൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് അറിയാൻ വയ്യാത്ത വന്ന. പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ +1ന്റെ ക്ലാസ്സുകളുണ്ട്, ജോയിൻ ചെയ്യാം. നമ്മുടെ +1ന്റെ ചാനലിന്റെ പേര് കേട്ടോണം. ഇപ്പൊ നമുക്ക്
സുഭാഷ് ഹൈസ്കൂൾ മാത്സ് 10ാം ക്ലാസ് വരെയായിരുന്നു. സുഭാഷ് മാത്സ് ക്ലാസ് റൂം ഉണ്ട്. നമുക്ക് +1 തൊട്ട് +2 എൻട്രൻസ് ഉള്ള എല്ലാമാണ്. എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം. സുഭാഷ് മാത്സ് ക്ലാസ് റൂം അതിപ്പം 1 lakh സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും മറക്കാതെ കാണും. പിന്നെ +1 ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് മാത്സിനെ സിമ്പിൾ ആയിട്ട് എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് വളരെ ട്രിക്സ് ആക്കി പഠിക്കാം. സിമ്പിൾ ആയിട്ട് കേട്ടോ. ജോയിൻ ചെയ്യാൻ താഴെ നിന്നുള്ള നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത എ ബോക്സ് കണ്ടെയ്ൻസ് റെഡ് ആൻഡ് അത് എപ്പോഴും ചോദിക്കും. നമ്മുടെ 16 2 കളർ ബീഡ്സ് ഉണ്ട്. 16 ഔട്ട് ഓഫ് ദം റെഡ് ആണ്. ഇഫ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഈസ് 2/3 അങ്ങനെയാണ് മറ്റേതിന്റെ എത്ര ആണെന്ന് എപ്പോഴും അതും എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റൻ ആണ്. ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കുക. ഞാൻ നോക്കിയിട്ട് എല്ലാം ഒരുവിധം ബുദ്ധിമുട്ടില്ല. അടുത്ത ക്വസ്റ്റൻ പിന്നെ എപ്പോഴും ഉള്ള ക്വസ്റ്റനാ. ആ 65 എന്നുള്ളത് വെച്ചോണ്ട് നമ്മൾ ഈയിടെ ചെയ്ത ക്വസ്റ്റനാ. 65 എന്നുള്ളതിനെ വെച്ചോണ്ട് മറ്റുള്ള എല്ലാം കണ്ടുപിടിക്കുക. അതും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. എടുത്തോട്ടെ 20 പോളിനോമിയൽസ് ആയിരുന്നല്ലോ. പോളിനോമിയൽസിലെ ഡയറക്റ്റ് ക്വസ്റ്റൻ P(3) കണ്ടുപിടിക്കുക. റൈറ്റ് ദ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഓഫ് P(x - P(3). ഇതിന്റെ P(x - P(3) 0 എന്ന് ഇക്വേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കി x-നെ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് 10 ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പെൻ. ഇവിടെ സ്ക്വയർ പെന്നിന്റെ ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദ സ്ലാന്റ് ഹൈറ്റ് കോസ്റ്റ്. അതെപ്പോഴും നമുക്ക് കർവ് നമ്മുടെ ലാറ്ററൽ സർഫസ് ഏരിയ ആയിരിക്കും കണ്ടുപിടിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് 6th ടൈം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 27. 16th ടൈം ഈസ് 67. 2 ടൈംസിനെ തന്നിട്ടുണ്ട്. 2 ടൈംസിനെ തന്നാൽ അവിടുന്ന് നമുക്ക് ഉടനെ D കിട്ടും അല്ലെ. ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് ടൈം ഓൾജിബ്രൈക് ഫോം ഫൈൻഡ് ദ സം ഓഫ് അടിപൊളി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ട്രിഗണോമെട്രി യൂസ് ചെയ്യുന്നതാണ്. 60 ഡിഗ്രി ഉണ്ട്. അവിടെ 2 ഉണ്ട്. നമുക്ക് മറ്റുള്ള കണ്ടുപിടിക്കാൻ 30, 60, 90 വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 24 അതാണ് പറഞ്ഞത്. ഓക്കെ, അത് കുഴപ്പമില്ലായിരുന്നു. അടുത്ത് എടുക്കട്ടെ. ഇങ്ങനെ മാറി മറിഞ്ഞ് കിടക്കുക കേട്ടോ. അതുകൊണ്ടാണ് 25 എടുക്കട്ടെ. 25 വന്നില്ല. 24 കണ്ടു. 25 എന്ത് ചെയ്യടാ? 25 24 ദ ബേസ് റേഡിയസ് ഓഫ് എ സോളിഡ് മെറ്റൽ കോൺ ഈസ് 12 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് കോണുമായിട്ട് ബേസ് ചെയ്തുള്ളതാണ്. വാട്ട് ഈസ് ദ വോളിയം? അതിന് നെക്സ്റ്റ് എന്താണ്? റീകാസ്റ്റ് സ്പിയേഴ്സിലോട്ട് മാറ്റുന്നു. റേഡിയസ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര സ്പിയറുകൾ ഉണ്ടാക്കാം? വോളിയങ്ങളെ തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് ചെയ്യാം. നെക്സ്റ്റ് സാധാരണ 25ാമത്തെ ക്വസ്റ്റൻ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റൻ ആണ്. നമ്മുടെ മീഡിയന്റെ ക്വസ്റ്റൻ ആണ്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2 സെന്റിമീറ്റർ. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് 2 ഓഫ് ഇറ്റ്സ് ആംഗിൾസ് 55. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ. നെക്സ്റ്റ് 27 നമ്മുടെ PA × PB = PC × PD-യുടെ 2-3 ഇക്വേഷൻസ് ഉണ്ട്. അവിടെ അപ്ലൈ ചെയ്യാം കേട്ടോ. അതുമാണ് 28ാമത്തെ ക്വസ്റ്റൻ ആണെങ്കിൽ 28 എ ബോയ് സ്റ്റാൻഡിങ് ഫുൾ ഓഫ് ദ ബിൽഡിംഗ്, ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്. അതെല്ലാവർക്കും സ്റ്റെപ്പിംഗ് 25 meters ഫോർവേഡ്. ഹി സീസ് ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്. നമ്മുടെ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് 29 നമുക്ക് കേട്ടിട്ടില്ലാത്ത കാര്യമാണ് cosec x ഒക്കെ കേട്ടോ. നമ്മുടെ sin x ന്റെ റെസിപ്രോക്കൽ ആണ്. cosec x എന്ന് പറഞ്ഞാൽ 1/sin x ആണ്. ആൻസർ ദ ഫോളോയിങ്. sin x × cosec x 1 ആണ്. cosec 60 എന്ന് പറഞ്ഞാൽ sin 60യുടെ റെസിപ്രോക്കലാണ്. sin 60 എത്ര? √3/2. അപ്പോൾ cosec 60 2/√3. cot 45 tan 45 ന്റെ റെസിപ്രോക്കൽ. tan 45 1 ആണ്. അപ്പോൾ cot 45 1 ആണ്. നെക്സ്റ്റ് C60 - cosec 30. C60യുടെ വാല്യൂ 2/√3. cosec 30യുടെ വാല്യൂ 2 എന്നാണ് കേട്ടോ. cosec 30 എന്ന് പറയുമ്പോൾ sin 30യുടെ റെസിപ്രോക്കൽ. എന്നിട്ട് മൈനസ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ ഞാൻ നോക്കിയിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റൻ ആണ്. അടിപൊളിയാണ്. എനിക്കൊന്ന് ഒത്തിരി പേർക്ക് ഈ പ്രാവശ്യം A+ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. +1 ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ക്ലാസ് കാണുക, ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.